നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ നിന്നും നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. നെവിൻ ഒരു മണ്ടത്തരം തന്നെ കാണിച്ചു എന്ന് പറയാം. അയാളുടെ ലൈഫ് തന്നെയാണ് അതിനകത്ത് സ്പോയിൽ ചെയ്ത് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അനുമോളും ജിസയിൽ അവർ ആദ്യം തൊട്ടേ തന്നെ പ്രശ്നക്കാരുകളാണ്. അവർ തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ പുറത്താണ് ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങിപ്പോയിരിക്കുന്നത്. എന്തായാലും ചുമ്മാ എന്തിനാണ് ഇപ്പോൾ ഈ പയ്യൻ എന്ന് പറയുന്നത് ഗെയിം കളിക്കാനായിട്ട് അകത്തേക്ക് വന്നതാണ്. ഇത് മറ്റുള്ളവർ ഗെയിം ഇടപെട്ട് അയാളുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോയതുപോലെയായി. ഇനി ഇത് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ ഇനി ഏതെങ്കിലും സീക്രട്ട് റൂമിലേക്കുള്ള ഇതാണോ, അങ്ങനെ ഇഷ്യൂസ് ആണോ, എന്തെങ്കിലും ഇതാണോന്നൊന്നും അറിയില്ല. എന്തായാലും നെവിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. പക്ഷേ നെവിൻ ഇറങ്ങിപ്പോയപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ പ്രൊവോക്ക് ചെയ്തത് ആദില ആൻഡ് നൂറയാണ്. അത്രയും അയാളെ എങ്ങനെ അവിടുന്ന് ഇനി ഒരു പക്ഷേ നിന്നാലോ എന്നുള്ള കാര്യം അത്രയും പ്രൊവോക്ക് ചെയ്ത് തന്നെയാണ് നെവിനെ ഇറക്കി വിട്ടത്. കാരണം അതിനെതിരെ ആദിലേക്കും നൂറയ്ക്കുമെതിരെ ബാക്കിയുള്ള അനു ഒഴിച്ച് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് എല്ലാവരും വന്നിരിക്കുകയാണ്. നെവിൻ കിറ്റു ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാമെന്ന്. അപ്പം തന്നെ നെവിൻ ഓടിപ്പോവുകയാണ്. പുറകെ എല്ലാവരും ഓടിച്ചെന്നൊരു പക്ഷേ നെവിൻ നിന്നില്ല, ഓടിപ്പോയി. നെവിൻ കൂടി വിചാരിച്ച് കാണത്തില്ലായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ രേണുസുതി ഇങ്ങനെ പോകണമെന്ന് പറയുന്നത്, ഇനി രേണുസുതി ഇങ്ങനെ പറയുമോ എന്തോ. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും രേണുവിനെ നെവിൻ കളിക്കുമെങ്കിൽ നല്ലൊരു എൻ്റർടൈനർ തന്നെയായിരുന്നു. പക്ഷേ രേണുസുതിയൊക്കെ അതിനകത്ത് ഒരു കളിയില്ല. അവർ ചുമ്മാ ഇരിക്കുകയാണ്. ഒരു തരത്തിലും അവർ കളിക്കുന്നില്ല. അവർ ഡെയിലി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ അല്ലാതെ ഒരു TV ഷോയിൽ ഒരു ഗെയിം ഒന്നും കൊണ്ടുവരുന്നത് കൂടിയില്ല. അവർ ചുമ്മാ അവിടെ ഇരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ എവിക്ഷൻ നടന്നാൽ ആദ്യം തൊട്ട് തന്നെ എലിമിനേഷൻ നടന്നതിൽ തന്നെ ആദ്യം തൊട്ട് തന്നെ രേണുസുതി ഔട്ടാവേണ്ടതാണ്. പക്ഷേ ഇതുവരെ അവർ ഔട്ടായിട്ടില്ല. അവർക്ക് വോട്ടിൻ്റെ ഇതുകൊണ്ടായിരിക്കും, അല്ലാതെ പിന്നെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കുമല്ലോ അവർ നിൽക്കുന്നത്. പക്ഷേ ഈ ഗെയിം കളിക്കാത്തവരെയൊക്കെ എന്തിനാണ് അതിനകത്തേക്ക് നിർത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പോൾ അതൊന്നും പറയുന്ന കാര്യമില്ല. കാരണം ഇപ്പം നെവിൻ ഇപ്പോൾ സ്വമേധയെ പോയിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ബിഗ് ബോസിൻ്റെ ഒരു കളിയായണോ ഒന്നും നമുക്കറിയത്തില്ല. 7ൻ്റെ പണിയെന്നാണല്ലോ പറയുന്നത്. എല്ലാവരും നെവിൻ പോയതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചയിലാണ് ഇരിക്കുന്നത്. നെവിൻ പോയപ്പോൾ കരഞ്ഞു മെഴുകിയിരുന്ന അനു ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഇനി ആദിലയും നൂറയും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനുവിൻ്റെ വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതും അറിയില്ല. എന്തായാലും ബാക്കി കളികൾ കണ്ട് നോക്കാം എങ്ങനെയാണെന്ന്.